കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് 100 സീറ്റോടെയുള്ള ഭരണം. എന്നാൽ കയ്യിലുള്ളത് 22 സീറ്റ്. മുന്നണി വിപുലീകരണത്തിനായുള്ള മുറവിളിയുടെ പിന്നിലുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്ത്. 100 സീറ്റ് ഉറപ്പിച്ച് ഭരണം പിടിക്കാൻ വരുന്ന വി.ഡി. സതീശന്റെ പാർട്ടിയുടെ കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ആദ്യം പരിശോധിക്കാം. 2006 24 സീറ്റ്, 2011 38 സീറ്റ്, 2016 21 സീറ്റ്, 2021 22 സീറ്റ് എന്നിങ്ങനെയാണ് കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം. ഇതിൽ 2011 സാക്ഷാൽ ഉമ്മൻചാണ്ടി നയിച്ച തിരഞ്ഞെടുപ്പായിരുന്നു. എന്നിട്ടും അന്ന് കോൺഗ്രസിന് നേടാനായത് വെറും 38 സീറ്റാണ്. മാത്രവുമല്ല, അന്നത്തെ UDF സംവിധാനം ഇന്നത്തേതിനേക്കാൾ വളരെ ശക്തവുമായിരുന്നു. കെ.എം. മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും A.K. ആന്റണിയും ഉൾപ്പെടെയുള്ള UDFിലെ തലതൊട്ടപ്പന്മാർ മുന്നിൽ നിന്ന് നയിച്ചിട്ടും മുന്നണിക്ക് കിട്ടിയത് വെറും 72 സീറ്റായിരുന്നു. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 71ന്റെ കൂടെ ഒന്നുകൂടി മാത്രം. പ്രതിപക്ഷത്ത് ഇരുന്നെങ്കിലും CPM ആയിരുന്നു അന്നും നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കഴിഞ്ഞ 20 വർഷമായി അത് തുടർന്നു വരുന്നു. അന്ന് 2011 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവായി ഉമ്മൻചാണ്ടി നയിച്ച തിരഞ്ഞെടുപ്പായിരുന്നിട്ടും കോൺഗ്രസിന് കിട്ടിയത് വെറും 38 സീറ്റായിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മിനിമം 5 നേതാക്കളെങ്കിലും കുപ്പായം തുന്നി കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് കെ.എം. മാണിയുടെ കേരള കോൺഗ്രസ് UDFിൽ ഇല്ല. മറ്റു ചില ഘടകകക്ഷികളും UDF വിട്ടു. അങ്ങനെ UDF ഏറ്റവും ദുർബലമായി നിൽക്കുന്ന സമയത്താണ് 100 സീറ്റിന്റെ തള്ളുമായി വരുന്നത്. ലീഗ് അല്ലാതെ 4 സീറ്റ് കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്ന മറ്റൊരു പാർട്ടിയും ഇന്ന് UDFിലില്ല. CPI-കാരോടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോടുമുള്ള ഇപ്പോഴത്തെ സ്നേഹത്തിന് പിന്നിലെ രഹസ്യം ഇതാണ്. നിലവിലെ UDF സംവിധാനം കൊണ്ട് 45 സീറ്റ് പോലും തികയില്ല എന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം. അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കണമെങ്കിൽ മധ്യ തിരുവിതാംകൂറിലും മലയോര മേഖലകളിലും നല്ല സ്വാധീനവും ആൾബലവുമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എങ്ങനെയെങ്കിലും വീണ്ടും മുന്നണിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസും UDF നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണികളിലും പൊതുസമൂഹത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പല പ്രമുഖ ചാനലുകളിലും ഒട്ടുമിക്ക YouTube ചാനലുകളിലും ജോസ് കെ മാണി UDFിലേക്ക് എന്നുള്ള പ്രചാരണം നിരന്തരമായി നടത്തുന്നത്. ഇതിനായി കോടിക്കണക്കിന് പണം ഒഴുക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് ഒരുക്കുന്ന കെണിയിൽ ജോസ് കെ മാണി വീഴുമോ, അതോ കോൺഗ്രസിന്റെ ലക്ഷ്യം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അവസാനിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ.